ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറിൽ പ്രിയാൻഷ് ആര്യ എന്ന യുവ ഓപ്പണറുടെ സെഞ്ചുറി കരുത്തിൽ 219 റൺസ് പഞ്ചാബ് അടിച്ചെടുത്തപ്പോൾ തന്നെ ചിത്രം ഏതാണ്ട് വ്യക്തമായിരുന്നു. ഈ സ്കോർ റൺസ് ഈ ഒരു റൺസ് ചേസ് ചെയ്ത് വിജയിക്കാനൊന്നും CSK പോകുന്നില്ല എന്ന ഒരു ചിത്രം. നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായി 180 മുകളിലുള്ള റൺസ് CSK ചേസ് ചെയ്ത ചരിത്രമില്ല. മാത്രമല്ല CSKയുടെ ബാറ്റിംഗ് നിര എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ടീമുമായിട്ടാണ് CSK ഇറങ്ങിയത്. വലിയ കൂറ്റൻ അടിക്കാരൊന്നുമില്ലാത്ത ഒരു CSK, അവരുടെ പ്രതിഭകളുടെ ആ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്ത CSKയുടെ ബാറ്റിംഗ് ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ ഈ ഒരു റൺസൊന്നും ചേസ് ചെയ്ത് അവർക്ക് എടുക്കാൻ കഴിയില്ല എന്ന് കരുതിയവരായിരുന്നു ക്രിക്കറ്റ് പ്രേമികളിൽ ഭൂരിപക്ഷവും. അതേപോലെ തന്നെ സംഭവിച്ചു. CSK 18 റൺസിന് പഞ്ചാബിനോട് ഈ മത്സരം തോക്കുകയും ചെയ്തു. പക്ഷെ വളരെ പോസിറ്റീവായ ഒരു കാര്യം എന്നുള്ളത് CSKയെ സംബന്ധിച്ചിടത്തോളം മഹേന്ദ്ര സിംഗ് ധോണി, ലോക ക്രിക്കറ്റിലെ ഫിനിഷർമാരുടെ ഫിനിഷർ. നമുക്കറിയാം അദ്ദേഹം കളിച്ചിരുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു കൂറ്റൻ അടികൾ അല്ലെങ്കിൽ കൂറ്റൻ ഷോട്ടുകൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ മത്സരത്തിൽ വളരെ പോസിറ്റീവായിക്കൊണ്ട് 5ാമത്തെ പൊസിഷനിൽ രവീന്ദ്ര ജഡേജയേക്കാൾ മുമ്പ് അദ്ദേഹം ബാറ്റിംഗിന് ഇറങ്ങി എന്നുള്ളതാണ് CSKയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ്. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിക്കുന്ന സിക്സറുകളുമായി അദ്ദേഹം കളം വാഴുകയും ചെയ്തു. അവസാന നിമിഷം വരെ ചഹലിന്റെ കയ്യിൽ ആ ക്യാച്ചിൽ ഔട്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഓവറിൽ മഹേന്ദ്ര സിംഗ് ധോണി ടീമിനെ ജയിപ്പിക്കുമായിരുന്നു എന്ന തരത്തിൽ ആരാധകർ ചിന്തിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ നമ്മൾ കാണുകയും ചെയ്തു. ധോണി 5ാമത് ഇറങ്ങിക്കൊണ്ട് ഈ മത്സരം ജയിപ്പിക്കാനുള്ള ആ ഒരു തൃഷ്ണ CSK കാണിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ്. ഈ മത്സരത്തിൽ അവസാന 2 ഓവറിൽ 12 പന്തുകളിൽ 40 റൺസ് വേണം എന്നുള്ള ആ ഒരു സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണി ക്രീസിലുള്ളപ്പോൾ നമ്മൾ പണ്ട് എങ്ങനെയാണോ പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു പ്രതീക്ഷ, CSK ജയിക്കുമെന്ന പ്രതീക്ഷ ഒരു വേള കുറച്ചുപേരിലെങ്കിലും ഉണ്ടാക്കാൻ CSKക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിൽ CSKയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോൾ ഈ മത്സരത്തിൽ ഡെവൺ കോൺവേ അദ്ദേഹം 69 റൺസ് നേടിയെങ്കിലും 49 പന്തുകൾ അദ്ദേഹം നേരിട്ടു എന്നുള്ളതാണ് CSKയെ സംബന്ധിച്ചിടത്തോളം അവരെ പിറകോട്ട് വലിച്ചത്, ഈ ഒരു റൺ ചേസിൽ പിറകോട്ട് വലിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ധോണി അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ 26 പന്തുകളിൽ 30 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഈ മത്സരത്തിൽ അതിവേഗം 3 സിക്സറുകളുടെ അകമ്പടിയോടെ അദ്ദേഹം റണ്ണിന്റെ ആ ഒരു ചേസ് CSKയുടെ പരാജയഭാരം ഒരുപാട് കുറക്കാൻ അദ്ദേഹത്തിന്റെ ഈ റൺസ് സഹായിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തന്റെ പേരിലേക്ക് എഴുതി ചേർത്തിരിക്കുന്നത് ഈ മനുഷ്യനാണ്. പിറകിലെ ഈ ചിത്രം നമുക്കറിയാം, പ്രിയാൻഷ് ആര്യ എന്ന യുവ ഓപ്പണർ, ഡൽഹിയുടെ താരമായിരുന്ന പ്രിയാൻഷ് ആര്യ. അദ്ദേഹം ഒറ്റയ്ക്ക് പഞ്ചാബിനെ അദ്ദേഹത്തിന്റെ ചുമലുകളിലേക്ക് വഹിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ പഞ്ചാബിനെ 219 റൺസ് എന്ന വലിയ സ്കോറിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും പ്രിയാൻഷ് ആര്യ അദ്ദേഹം ഒരിക്കലും താനിത് തന്റെ ആദ്യ IPL ആണ് കളിക്കുന്നത് എന്നുള്ള യാതൊരു സഭാകമ്പവും ഇല്ലാത്ത ഇന്നിംഗ്സ് ആയിരുന്നു അത്. 39 പന്തുകളിലാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തിയത്. ഒരു ഇന്ത്യക്കാരന്റെ IPL-ലെ ഏറ്റവും വേഗതയേറിയ 2ാമത് സെഞ്ചുറിയാണ് വെറും 39 പന്തുകളിൽ പ്രിയാൻഷ് ആര്യ എന്ന ഡൽഹിയുടെ യുവതാരം അദ്ദേഹത്തിന്റെ ആദ്യത്തെ IPL തന്നെ നേടിയിരിക്കുന്നത്. പ്രിയാൻഷ് ആര്യ 42 പന്തുകളിൽ 102 റൺസ് നേടിക്കൊണ്ടാണ് പഞ്ചാബ് ഇന്നിംഗ്സിന്റെ നെടുന്തൂണായി മാറിയത്. അദ്ദേഹം നമുക്കറിയാം, ഈ ഒരു മത്സരം കണ്ടവർക്കറിയാം, 6 റൺസ് ഉള്ളപ്പോൾ തന്നെ പ്രിയാൻഷ് ആര്യയെ ഔട്ടാക്കാനുള്ള അവസരം CSK കൈവിട്ടിരുന്നു. 6 റൺസ് അദ്ദേഹം എടുത്തിരുന്ന ആ ഒരു സമയത്ത് ഖലീൽ അഹമ്മദിന്റെ പന്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു റിട്ടേൺ ക്യാച്ച് പ്രിയാൻഷ് ആര്യ നൽകിയിരുന്നു. പക്ഷേ ആ ക്യാച്ച് മുതലെടുക്കാൻ ഖലീൽ അഹമ്മദിന് സാധിച്ചില്ല. അതുപോലെ പിന്നീട് അശ്വിന്റെ ഓവറിലും ഒരു ലൈഫ് പ്രിയാൻഷ് ആര്യക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയും മാറ്റി നിർത്തിയാൽ തന്നെ 9 സിക്സറുകളും 8 ബൗണ്ടറികളും അടങ്ങിയ പ്രിയാൻഷ് ആര്യ എന്ന യുവ ഓപ്പണറുടെ, ഈ ഇടങ്കയ്യൻ ഓപ്പണറുടെ സെഞ്ചുറി അദ്ദേഹം ഈ ദിവസത്തെ തന്റെ പേരിലേക്ക് അങ്ങ് മാറ്റി എഴുതുകയായിരുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. നമുക്കറിയാം, ഈ ഒരു IPL പരമ്പരയ്ക്ക് മുമ്പ് 3.8 കോടി രൂപയ്ക്കാണ് പഞ്ചാബ് അദ്ദേഹത്തെ വിളിച്ചെടുത്തത്. അധികമൊന്നും പേര് കേൾക്കാത്ത ഈ താരത്തെ ഇത്രയും വലിയ കോടി രൂപ കൊടുത്തപ്പോൾ തന്നെ ഇദ്ദേഹം ആരാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഇഷ്ട ടീം ഈ പഞ്ചാബ് ആയിരുന്നില്ല, എനിക്ക് വിരാട് കോഹ്ലിക്കൊപ്പം കളിക്കണം, എന്റെ ഐഡൽ വിരാട് കോഹ്ലിയാണ്, എനിക്ക് RCB ആണ് എന്റെ ഏറ്റവും ഇഷ്ട ടീം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് പ്രിയാൻഷ് ആര്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം ടീമിലെത്തിയത് പഞ്ചാബിന് വേണ്ടിയാണ്. പ്രീതി സിൻഡയുടെ പഞ്ചാബിലേക്കാണ് അദ്ദേഹം താരലേലത്തിലെത്തിയത്. അപ്പോൾ പ്രീതി സിൻഡയുടെ പ്രതീക്ഷയ്ക്ക് തുയർന്നുകൊണ്ട് പ്രിയാൻഷ് ആര്യ 39 പന്തുകളിൽ തന്റെ സെഞ്ചുറി കുറിച്ചുകൊണ്ട്, നമുക്കറിയാം ഒരുപാട് ഇന്ത്യൻ ഓപ്പണേഴ്സ്, അഭിഷേക് ശർമ്മയെ പോലുള്ള ഇടങ്കയ്യൻ ഓപ്പണേഴ്സ് ഉണ്ട്, യശസ്വി ജയ്സ്വാൾ അദ്ദേഹവും ഒരു ഇടങ്കയ്യൻ ഓപ്പണറാണ്. അപ്പോൾ അവർക്കൊപ്പം തന്നെ ഇങ്ങനെ 39 പന്തിൽ സെഞ്ചുറി കുറിച്ചുകൊണ്ട് തന്റേതായ ഒരു പേര് അവിടെ IPL-ൽ ചാർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ ഇനി അവസരം പാർത്തിരിക്കുകയാണ് ഈ ഒരു സെഞ്ചുറിയുടെ പ്രിയാൻഷ് ആര്യ. അപ്പോൾ പ്രിയാൻഷ് ആര്യ തന്റെ പേരിൽ എഴുതി ചേർത്ത ഈ ഒരു ദിനം. അതുപോലെ മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹം തന്റെ കാമിയോയിലൂടെ ഒരിക്കൽ കൂടി തന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ഫയർ ഉണ്ട് എന്ന് തെളിയിച്ച ഒരു മത്സരം.